السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. ما بعد، اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സിറ്റുവേഷൻസ് സഹോദരങ്ങൾ, സാധാരണ ക്ലാസ്സിനെ വ്യത്യസ്തമായിട്ട് നമസ്കാരത്തെക്കുറിച്ച് തുടർച്ചയായിട്ടുള്ള ഒരു ക്ലാസ് ഉദ്ദേശിക്കുന്നത് 3-4 അല്ലെങ്കിൽ പരമാവധി 5 ക്ലാസ്സുകളുണ്ട്. നമസ്കാരത്തിൻ്റെ ഒരു പൂർണ്ണമായ രൂപം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ചിന്തിക്കാതെ പോകുന്ന ഒരവസ്ഥ, ഇതിനെക്കുറിച്ച് പറയാനാണ് ഇൻഷാഅല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അത് ഒരു കൺകുളിർമയായിരുന്നു. വജഅലത് ഖുർറത്തു ഐനി ഫിസ്സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ഉടനെ നമസ്കാരത്തിലേക്ക് തിരിയാറുള്ളതാണ്. കാരണം നബിയുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം നമസ്കാരത്തിലാണ്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നത് നമസ്കാരത്തിലാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കാൻ വേണ്ടി പറയാറുള്ള ഒരു വാക്ക് വളരെ പ്രശസ്തമാണ്. യാ ബിലാൽ അരിഹ്നാ ബിസ്സലാത്ത്. ബിലാൽ, അരിഹ്ന, ഞങ്ങളെ നീ ആശ്വസിപ്പിക്കൂ, ബിസ്സലാത്ത്, നമസ്കാരം കൊണ്ട് ആശ്വസിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുടെയും എല്ലാം ഒരു അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. നമുക്ക് അറിയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് മുമ്പ് സ്വഹാബാക്കളുടെ കാലത്ത് അവർ 2 പേർ മുസ്ലിങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു സന്ദർഭം. അവിടെ 2 പേര് തമ്മിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരാൾ ഉറങ്ങാം, മറ്റേയാൾ എഴുന്നേറ്റ് നിൽക്കാം, കാവൽ നിൽക്കാം. അപ്പോൾ അവരെ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കണ്ടു, ഇത് തന്നെ തത്വമെന്ന് മനസ്സിലാക്കി. അവിടെ ഒരാൾ ഉറങ്ങുകയാണ്, ഒരാളാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് അയാൾ എന്തോ ചെയ്യുകയാണ്, അദ്ദേഹം നമസ്കരിക്കുകയാണ്. അപ്പോൾ ഈ ശത്രുക്കൾ ഈ അവസരം മുതലാക്കി അമ്പ ചെയ്ത് വിടുകയാണ്. അപ്പോൾ ഈ നമസ്കരിക്കുന്ന സ്വഹാബിയെ അദ്ദേഹത്തെ തറയ്ക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോകുന്നു. എന്നാൽ ഇതൊന്നും ഉറങ്ങിക്കിടക്കുന്നയാൾ അറിയില്ല. അങ്ങനെ എന്തോ ഈ ഉറങ്ങിക്കിടന്നയാൾ ഒന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴുണ്ട് കാണുന്നത് രക്തം കലങ്ങിയിട്ട് നിൽക്കുന്നത് ഒഴുകുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, തട്ടി വിളിച്ചു. നമസ്കാരം കഴിഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്താണ് നിങ്ങൾ വിളിക്കാൻ? അപ്പോൾ സ്വഹാബി പറഞ്ഞൊരു വാക്ക്, അത് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ടുന്ന വാക്കാണ്. ഞാൻ അല്ലാഹുവുമായുള്ള സംസാരത്തിൽ ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് നിർത്താൻ മനസ്സ് വന്നില്ല. നമസ്കാരത്തെ സ്വഹാബാക്കൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശദീകരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത് അല്ലാഹുവുമായുള്ള രഹസ്യ സംഭാഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇബ്നുൽ അബ്ദ ഇദാ സ്വല്ല ഫഹുവ യുനാജി റബ്ബഹു. ഒരു അടിമ നമസ്കാരത്തിലാകുമ്പോൾ അയാൾ എന്താണ്? അയാൾ അവൻ്റെ റബ്ബുമായിട്ട് രഹസ്യമായിട്ടുള്ള സംഭാഷണത്തിലാണ്. നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ആരുമായുള്ള രഹസ്യ സംഭാഷണം? അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണം. രഹസ്യമായുള്ള സംഭാഷണം, വളരെ പ്രൈവറ്റായിട്ട് അള്ളാഹുവുമായി നമുക്ക് നടത്താവുന്ന ഒരു സംഭാഷണമാണ് നമസ്കാരം. പലപ്പോഴും അത് ഒരു നമ്മളുടെ ശാരീരികമായിട്ടുള്ള ചില കർമ്മങ്ങളിലേക്ക് മാത്രം നമസ്കാരം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകവും വളരെ ദൗർഭാഗ്യകരവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ശാരീരികമായുള്ള കർമ്മങ്ങൾക്കപ്പുറത്തേക്ക് പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം കേവലം ചില ശാരീരിക കർമ്മങ്ങൾ, പക്ഷേ അത് ആത്മാവിൽ തൊടുന്ന, ആത്മാവുമായി ബന്ധപ്പെടുന്ന, നമ്മളുടെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന ഒരു സമയമാണ് ആ നമസ്കാരം എന്നുള്ളത്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിനല്ലാഹി വഹുവ സാജിദ്. ഒരു അടിമ സുജൂദിലായിരിക്കുമ്പോഴാണ് അവൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത്. അല്ലാഹുവോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ് സുജൂദ്. ഫഅക്സിറു ദുആ. അതുകൊണ്ട് നിങ്ങൾ ആ സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കും. ഇങ്ങനെയെല്ലാം ഈ നമസ്കാരത്തെക്കുറിച്ച് കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ഒരുപാട് വിഷയങ്ങൾ. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോലാണ്.
സ്വർഗം തുറക്കാനുള്ള, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള താക്കോലാണ് നമസ്കാരം. നമസ്കാരവുമായി ചെന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം അള്ളാഹു ചോദിക്കുന്നത്, വിചാരണ നാളിൽ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന സന്ദർഭമുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ. ആരും ഉണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരു ദ്വിഭാഷിയോ ഒരു 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 തർജ്ജമ ചെയ്യാൻ ഒരാളോ വേണ്ടി വരില്ല. അത്രയ്ക്കും വ്യക്തമായി അള്ളാഹുവും അടിമയും തമ്മിൽ സംഭാഷണം നടക്കും, സംസാരം നടക്കും. ചോദിക്കും ഓരോ കാര്യവും. ആദ്യം എടുക്കുക നമസ്കാരമായിരിക്കും. ആ നമസ്കാരത്തിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അയാൾക്ക് പിന്നെ ഒരു എളുപ്പമുള്ള വിചാരണയായിരിക്കും ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ ആ നമസ്കാരത്തിൽ ആരെങ്കിലും കുടുങ്ങിയാൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ വളരെ കർശനമായ എണ്ണി ഓരോ കാര്യങ്ങളും പിടിച്ച് ചോദിക്കുന്ന വിചാരണയായിരിക്കും അയാൾക്ക് ഉണ്ടാവുക. ഉറപ്പായിട്ടും അയാൾ നശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അള്ളാഹു നമ്മളെ ഓരോ കാര്യങ്ങളും എണ്ണി പിടിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നശിക്കും, നമ്മൾ നരകത്തിൽ പോകും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കും. നമസ്കാരം അതിൽ രക്ഷപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് രക്ഷയുണ്ട്, പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയമേ അല്ല നമസ്കാരം. തീർച്ചയായും വളരെ ഗൗരവത്തോടു കൂടി മാത്രം കാണേണ്ടുന്ന ഒരവസ്ഥയാണ് നമസ്കാരത്തിനുള്ളത്. അലി റളിയല്ലാഹു അൻഹു വുളു എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്ന് തുടുക്കാറുണ്ട്. അപ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നു, എന്താണ് താങ്കളുടെ മുഖം ഇങ്ങനെ മാറുന്നത്, എന്താ വിവരണമാകുന്നത്, എന്താണ് പ്രയാസം? അലി റളിയല്ലാഹു അൻഹു ചോദിക്കും അവരോട് തിരിച്ച്, ഞാൻ ആരുടെ മുമ്പിലാണ് പോയി നിൽക്കാൻ പോകുന്നത് എന്നറിയുമോ? അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നൃത്തമാണ് നമസ്കാരം എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കാണാം. അപ്പോൾ സ്വഹാബാക്കളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളും കണ്ട അതേ രീതിയിലാകണം നമ്മൾ നമസ്കാരത്തെ കാണേണ്ടത്. അതേ രീതിയിൽ തന്നെയാകണം നമ്മൾ നമസ്കാരം നിർവഹിക്കേണ്ടത്. അവരെല്ലാം ആ നമസ്കാരത്തിൽ ചൊല്ലുന്ന ഓരോ ദിക്റും ഓരോ ദുആഉം ഓരോ ഹർഫും അവർക്കറിയുമായിരുന്നു. എന്താണ് അവർ ചോദിക്കുന്നത്? അവർ അറബികളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും അവർക്ക് ഒരു തർജ്ജമയുടെ ആവശ്യമില്ല. പക്ഷേ നമ്മളെങ്ങനെയല്ല, നമുക്ക് പഠിക്കണം, കൃത്യമായി നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മദ്യം നിരോധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾക്ക് അറിയുമോ? എന്താണെന്ന്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കരുത്. അവിടെ നിൽക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം. അത് നിങ്ങൾ അറിയാതിരിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ആയി പോകും. അതുകൊണ്ടാണ് അപ്പോൾ ലഹരി മദ്യം നിരോധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമസ്കാരത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ലഹരി ബാധിക്കാതെ തന്നെയും നമ്മളിൽ പലർക്കും നമസ്കാരത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയുന്നില്ല. അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയാൽ അസ്സലാമു അലൈക്കും എന്ന് സലാം വീട്ടുന്നത് വരെ എന്തെല്ലാം നമ്മൾ പറയുന്നു എന്ന് നമ്മൾക്ക് എത്ര പേർക്കറിയാം? നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നത് കൃത്യമായി റുക്കൂഇലും സുജൂദിലും അതുപോലെ നമ്മളുടെ തശഹ്ഹുദിലും ഓരോ പ്രാർത്ഥനയിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നമ്മൾ സലാം പറയുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബി, അല്ലേ? അല്ലാഹുവിൻ്റെ റസൂലിനോടാണ് സലാം പറയുന്നത്. ഈ സലാം മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എത്തിച്ചു കൊടുക്കുമെന്നും നമ്മൾ അറിഞ്ഞവർ. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹുവിനോട് ഉള്ള ഏറ്റവും അടുത്ത രീതികൾ, അള്ളാഹിനോടുള്ള നമ്മളുടെ ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അറിയണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ്സിലൂടെ തുടർച്ചയായിട്ടുള്ള ഒരു 4-5 ക്ലാസ്സിലൂടെ 10 മിനിറ്റ് പരമാവധി നീണ്ടു നിൽക്കുന്ന ക്ലാസ്സിലൂടെ ഇത് കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിൻ്റെ പരിപൂർണമായ ഒരു രൂപം അത് ശരിയായ രീതിയിൽ ഇൻഷാ അല്ലാഹ് അതിൽ അടങ്ങുന്ന ദുആകൾ അടക്കം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിയുന്ന രീതിയിൽ അതുമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്യം അല്ലാഹു സ്വീകരിക്കുകയും നമ്മളുടെ നമസ്കാരങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുകയും അള്ളാഹുമായുള്ള രഹസ്യ സംഭാഷണത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് അള്ളാഹുവിനോട് കാര്യങ്ങൾ നമ്മളുടെ ഏറ്റവും അടുത്ത ആളോട് ചോദിക്കുന്നത് പോലെ നമുക്ക് ചോദിക്കാൻ പറ്റണം. ഏറ്റവും അടുത്ത ഒരാളോട്, നമ്മളുടെ ഏറ്റവും ഒരു ആത്മമിത്രത്തോട് എന്തെങ്കിലും ചോദിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നതുപോലെ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ രീതിയിൽ തന്നെ രഹസ്യ സംഭാഷണമായി മാറുന്ന നമസ്കാരമായി മാറാൻ ഇനി ഇപ്പോഴേ നമ്മളത് ചെയ്യുന്നവരാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ല ആ ഒരു ദറജയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ
നമുക്ക് പരിശ്രമിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള വഴിയൊരുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പോലെ തന്നെ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. ആരെങ്കിലും നമ്മുടെ മാർഗത്തിൽ ഒരു ജിഹാദ് നടത്തിയാൽ, ഒരു പരിശ്രമം നടത്തിയാൽ അല്ലാഹു കാണിച്ചു തരും വഴികൾ. ആ രീതിയിൽ തന്നെ ഈ ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.